പോയി ഡീസൽ അടിച്ചിട്ടോ. അയ്യോ സഖാവ് പോന്നിട്ടില്ലേ? സഖാക്കളെ, വാൾപ്പലപ്പിന്റെ കാവ്യഭീകരതയെ കയ്യൊക്കുകൊണ്ട് നേരിട്ട ഇരട്ടച്ചങ്കുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, പാനൂരിന്റെ പൊന്നോമനപുത്രൻ സഖാവ് പി മുകുന്ദൻ, കണ്ണൂരിന്റെ മുകുന്ദേട്ടൻ ഈ ഇടം കയ്യനാൽ ചുവന്ന കാവിക്കോട്ടകളെയും പച്ചക്കോട്ടകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി, കണ്ണൂരിന്റെ തീപ്പൊരി സഖാവ് MKRന്റെ പ്രിയ ശിഷ്യൻ പന്ന്യന്നൂർ മുകുന്ദൻ ഇതാ കൂത്തുപറമ്പിന്റെ തെരുവീതികളെ പുളകമണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഈ ചെങ്കോട്ടയിൽ വർഗീയ കോമരങ്ങൾക്കും അക്രമ രാഷ്ട്രീയത്തിനും ഇടമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1998 ഏപ്രിൽ 14 കേരളം നടുങ്ങിയ ഒരു വിഷുദിനം. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തനിക്ക് മുൻപും ശേഷവുമാണ് എന്ന് അടയാളപ്പെടുത്തിയ സഖാവ് പന്ന്യന്നൂർ മുകുന്ദൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അന്നാണ്. അക്രമത്തിൽ സാരമായി പരിക്കേറ്റ അബോധാവസ്ഥയിലായിരുന്ന അദ്ദേഹത്തെ RPIM പ്രവർത്തകർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കണ്ണൂരിനെ സംബന്ധിച്ച് കറുത്ത ദിനങ്ങളായിരുന്നു അത്. നിരവധി അക്രമങ്ങളും കൊലപാതകങ്ങളും തുടർന്നരങ്ങേറി. ശാരീരികമായി പഴയ ആരോഗ്യസ്ഥിതി തിരിച്ചുകിട്ടിയില്ലെങ്കിലും മുകുന്ദന്റെ തിരിച്ചുവരവ് അമ്പരപ്പിക്കുന്നതായിരുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹം മറ്റൊരു പോർമുഖം തുറന്നു. പന്ന്യന്നൂർ മുകുന്ദൻ എന്ന പേര് കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച മറ്റൊരു പേരായി തീർന്നു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 2 തവണ നിയമസഭയിലെത്തിയ മുകുന്ദൻ സംഘടനാ രംഗത്തെ മികവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 1982 രാഷ്ട്രീയ വൈരികൾ കൊലപ്പെടുത്തിയ ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ സഖാവ് PM സുധീഷിന്റെ പിൻഗാമിയായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മുകുന്ദൻ കണ്ണൂരിന്റെ തീപ്പൊരി MK രാഘവന്റെ ശിഷ്യനായതോടുകൂടി അനിഷേധ്യ നേതാവായി വളരുകയായിരുന്നു. MKR പാർട്ടി വിട്ടപ്പോഴും അദ്ദേഹത്തിന്റെ കാർക്കശ്യ ശൈലി പിന്തുടർന്ന മുകുന്ദൻ പിന്നീട് RPIMന്റെ അപകടകാരിയായ നേതാവായി വാഴ്ത്തപ്പെട്ടു. ജില്ലാ സെക്രട്ടറി ആയതോടുകൂടി അത് ഏറ്റവും വന്യവും ഭീതിയും ഉളവാക്കുന്ന സംഘർഷത്തിലേക്ക് കണ്ണൂരിനെ എത്തിച്ചു. ഒടുവിൽ അപകടം തിരിച്ചറിഞ്ഞ പാർട്ടി തന്നെ മുകുന്ദനെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി. അതൊരു രാഷ്ട്രീയ പതനമായി. ഈ വീഴ്ചയിൽ നിന്ന് സഖാവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ആരാധകരെയും അണികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആക്രമിക്കപ്പെടുന്നത്. ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്താ ഇനിയും നമ്മൾ ന്യൂസ് ഹോൾഡ് ചെയ്യണോ? അതാ ഞങ്ങളും ആലോചിക്കുന്നത്. We are waiting for your decision.
Medias are also waiting. ആ സഖാവേ, അതെയാ, അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. ഞാനും കണ്ടു. നമ്മളെക്കാളും നിശ്ചയം അവർക്കാണല്ലോ. അതെയാ, എന്നാ പിന്നെ അങ്ങനെ മതി, ഞാൻ സംസാരിക്കാം. ശരിയുണ്ട്, ഞാനിവിടെ ഉണ്ട്. ആ സാർ, സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട്. ഞാൻ വിളിക്കാം. മീഡിയയ്ക്കും സ്റ്റാഫിനുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ കൊടുക്കണ്ട, PR എന്നോട് പറഞ്ഞേക്കും. അപ്പോൾ അത് തന്നെയാ തീരുമാനം. ഹോൾഡ് ചെയ്യാം. സംസ്ഥാനത്ത് ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത്. അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ജില്ലാ സെക്രട്ടറി NV ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശ യാത്രയിൽ ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗൺമാൻ അടക്കമുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയല്ലേ? ആഭ്യന്തര വകുപ്പും സർക്കാരുമല്ലേ പ്രതിക്കൂട്ടിൽ? പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും. കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും. ഗൺമാൻ അടക്കമുള്ളവരിൽ കൃത്യവിലോപം വന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. ഈ കൃത്യവിലോപം എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി പെട്ടെന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സാറിന്റെ കാര്യം പോക്കാം. ഭായ്, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോ അവർക്ക് മുഖരക്ഷയ്ക്ക് ഒരു ബലിയാട് വേണ്ടേ? സസ്പെൻഷൻ ഉറപ്പാടും, ചിലപ്പോ ഡിസ്മിസലും. എൻക്വയറി റിപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട്. എന്താ? അയാളങ്ങനെ തട്ടിപ്പോയാലോ? അല്ല, ഇതേതാ നാടെന്നറിയാലോ? ഇനി അയാൾ തിരിച്ചു വന്നാലോ? എനിക്ക് അയാൾ പണി തരാണ്ടിരിക്കോ? അല്ല, കുത്തികളെ ഞാൻ കണ്ടതല്ലേ, അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും പോയി പറഞ്ഞാലോ? ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്റെ ബോഡി പെട്ടെന്ന് ആലപ്പോയിലെത്തും. എടോ, ഇത് എത്രയോ കാലങ്ങളായിട്ട് ഈട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം. അത് അവർ തമ്മിൽ കൊന്നു തീർത്തോളൂ. നീ ഓനെ കണ്ട്, ഓ ഇന്നെ കണ്ടില്ലല്ലോ, അതിന്റെ ഭാഗ്യ. നീ ഒരു ഉപകാരം ചെയ്യും, നീ ഒന്ന് മോള് പോയിട്ടിരിക്കെ, ഞാൻ പുറത്തു പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ചെല്ല്. ഇതെല്ലാം കൂടി മനുഷ്യന്റെ നിലയിലായി.